ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ ഔസേപിതാവിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യവും 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 24-ാം വാക്യവുമാണ്. ജോസഫിന് മാലാഖ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ സ്വീകരിക്കണം എന്ന സന്തോഷത്തിൻ്റെ വാർത്ത നൽകുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമായ ഔസേപ്പിനെ കുറിച്ചുള്ള ഒരു ചിത്രം ലഭിക്കുന്നുണ്ട്. എന്താണ് ആ ചിത്രം? അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം പേറുന്ന ഒരു മനുഷ്യനാണ് ജോസഫ്. എങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുക? അപ്പോൾ ഈ സുവിശേഷ ഭാഗത്തെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ രീതിയിൽ മറിയത്തിൻ്റെ മംഗളവാർത്ത എന്ന രീതിയിൽ ഒത്തിരിയധികം കൊണ്ടാടുന്ന ഒരു സാഹചര്യമുണ്ട്. മറിയത്തിൻ്റെ മംഗളവാർത്ത നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ സന്തോഷത്തിൻ്റെയും വളരെ വലിയ ആനന്ദത്തിൻ്റെയും ഒക്കെ ഒരു ധ്യാന വിഷയമാണ് മറിയത്തിൻ്റെ മംഗളവാർത്ത. അപ്പോൾ പലപ്പോഴും മറിയത്തിൻ്റെ മംഗളവാർത്തയുടെ സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു മംഗളവാർത്തയാണ് ജോസഫിന് ലഭിച്ച മംഗളവാർത്ത. അതെ, ജോസഫിനും മംഗളവാർത്ത ലഭിക്കുന്നുണ്ട്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. കാരണം മറിയം പ്രസവിക്കാൻ പോകുന്നത് ഈശോയെയാണ്, ദൈവപുത്രനെയാണ് എന്നുള്ള വാർത്ത ജോസഫിന് ലഭിക്കുകയാണ്. അപ്പോൾ ഇതും മംഗളവാർത്തയുടെ ഭാഗം തന്നെയാണ്. അപ്പം ലൂക്കായിൽ മറിയത്തിൻ്റെ മംഗളവാർത്തയും ജോസഫിൻ്റെ മംഗളവാർത്ത മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഇതിന് സുവിശേഷത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. കാര്യം മത്തായിയുടെ സുവിശേഷം കുറച്ചുകൂടി യഹൂദ പാരമ്പര്യം പേറുന്ന സുവിശേഷമാണ്. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അപ്പന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജോസഫിൻ്റെ മകനാണ് ഈശോ എന്നുള്ള ഒരു വെളിപ്പെടുത്തലുകൂടെയാണ് ഈ സുവിശേഷ ഭാഗം നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ജോസഫിൽ കാണുന്നത്? അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുമ്പോൾ നീതിമാനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവം നീതിമാനാണെങ്കിലും അവിടുന്ന് രക്ഷാകര പദ്ധതിയിൽ രക്ഷിക്കാനാണ് അവിടുത്തെ നീതി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് ഒരിക്കലും ശിക്ഷിക്കുന്ന നീതിമാനായ ഒരു ദൈവമല്ല, എങ്ങനെയെങ്കിലും മനുഷ്യരെ രക്ഷിക്കാൻ നോക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നമുക്ക് ഈശോയിൽ കാണാൻ സാധിക്കും. ഈശോ പലപ്പോഴും പാപം ചെയ്യുന്ന മനുഷ്യരെ ശിക്ഷിക്കാനല്ല, അവരെങ്ങനെയാണോ രക്ഷിക്കണമെന്ന് അവൻ നോക്കുന്നത്. നമുക്കറിയാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട സ്ത്രീയെ അവൻ രക്ഷിക്കുന്ന രംഗങ്ങൾ, പാപം കൊണ്ട് രോഗികളായി തീർന്ന മനുഷ്യരെ പോലും രക്ഷിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. തളർവാദ രോഗിയോട് പറയുന്നത് ഇനിമേലിൽ നീ പാപം ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ ഫലമൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ രക്ഷിക്കാൻ നടക്കുന്ന നീതിമാനായ ഒരു ദൈവം. അപ്പോൾ ഈ ഒരു ഈശോയുടെ സ്വഭാവത്തെ പലരും ജോസഫിന് നിന്ന് കിട്ടിയ ഒരു സ്വഭാവമായിട്ട് കരുതുന്നവരുണ്ട്. ജോസഫിൻ്റെ ഒരു നിഴലാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകും, ഈ നിഴലൊക്കെ ജോസഫിന് കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ്? സുവിശേഷം വളരെ ഭംഗിയായി അതിനെക്കുറിച്ച് നമുക്ക് മുമ്പിൽ വിവരിക്കുന്നുണ്ട്. കാരണം ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം നീതിബോധമാണ് ജോസഫിനെ അതിനെക്കൊണ്ട് പ്രേരിപ്പിക്കുന്നത്. എന്താണ് നീതിബോധം? അതായത് ഇസ്രയേലിൻ്റെ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടതാണ്. അപ്പോൾ ജോസഫിനറിയാം, ഈ മറിയവും ജോസഫിൻ്റെ നീതി അനുസരിച്ച്, അന്ന് നിലനിന്നിരുന്ന നീതി അനുസരിച്ച്, ദൈവവചനം അനുസരിച്ച് മറിയം കൊല്ലപ്പെടണം. പക്ഷേ ജോസഫിൻ്റെ നീതി അന്ന് വരെ ഉണ്ടായിരുന്ന ചിന്താ രീതിയിലുള്ള നീതിയല്ല. ജോസഫ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നിരിക്കണം. ജോസഫ് ദൈവവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരിക്കണം. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ദൈവബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോസഫിന് മറിയത്തെ ശിക്ഷിക്കേണ്ട, പക്ഷേ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കണം. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ജോസഫിന് ചില പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കാരണം ജോസഫ് മറിയത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് എല്ലാവരുടെ മുമ്പിലും ജോസഫ് കളങ്കപ്പെട്ട മനുഷ്യനെ മാറും. എങ്കിലും കുഴപ്പമില്ല, മറിയത്തെ കൊലയ്ക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തീരുമാനം എടുത്ത് കാത്തിരിക്കുന്ന ജോസഫിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് മാലാഖ പറയുന്ന കാര്യം, നീ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ് എന്നൊരു ഉറപ്പാണ് നൽകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അത് ഒരു പടി മുന്നോട്ട് കൂടി പോകണം, അവളെ ഉപേക്ഷിക്കരുത്, നീ അവളെ സ്വീകരിക്കുക കൂടി ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറിയം ഇവിടെ തെറ്റുകാരി അല്ല എങ്കിലും ജോസഫ് മറിയത്തെ തെറ്റുകാരിയായിട്ടാണ് കാണേണ്ടിയിരുന്നത് അന്നത്തെ സാഹചര്യത്തിൽ. എന്നിട്ട് പോലും ജോസഫ് മറിയത്തെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുകയാണ്, നീ എടുത്ത തീരുമാനം ശരിയാണ്, പക്ഷേ മറിയം തെറ്റുകാരി അല്ല, അതുകൊണ്ട് നീ അവളെ സ്വീകരിക്കണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ജോസഫിന് അത് കിട്ടിയിരുന്നു. ഈ സ്വഭാവം തന്നെയാണ് കൈമാറ്റം പറ്റുന്നത് ഈശോയിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സ്വഭാവമാണ്. ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്. അപ്പോൾ ഇന്ന് ജോസഫിന് തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഈ രക്ഷയുടെ നീതിബോധമാണ് നമുക്കും ഉണ്ടാവേണ്ടത്. കാരണം ഈ ലോകത്ത് നീതിമാന്മാരായി ജീവിക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇന്ന് നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നീതിയുടെ കാവലായി മാറേണ്ടവരാണ് നമ്മൾ. പക്ഷെ നീതിയുടെ പേരിൽ ആരെയും ശിക്ഷിക്കുന്നവരോ അവരെ നശിപ്പിക്കുന്നവരോ ആകാതെ
എന്നാൽ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് നീതിയുടെ വക്താക്കളാകാൻ നമുക്ക് കഴിയണം. ഈശോ അങ്ങനെ നീതിയുടെ വക്താക്കളായ മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ചില മനുഷ്യരുണ്ട് നീതിബോധത്തിൻ്റെ പേരിൽ ഈ ലോകത്തിൽ കൊല്ലയും കൊളയും നടത്താൻ വേണ്ടി തീരും. അവർ പറയുന്ന കാര്യം അതാണ്, നീതി നടപ്പിലാക്കാൻ ഞങ്ങൾ ഈ ഒരു തിന്മ ചെയ്യുന്നതാണ്. പക്ഷേ ഈശോ പറയുന്ന ആ നീതിബോധം അതല്ല. ജോസഫ് നമ്മെ പഠിപ്പിക്കുന്ന നീതിബോധം അതല്ല. നന്മയും രക്ഷയും നൽകിക്കൊണ്ട് നീതി ഈ ലോകത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഈശോ അതിന് നമുക്ക് വലിയൊരു വ്യക്തത കാണിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ നീതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില കഷ്ടതകളൊക്കെ സഹിക്കേണ്ടി വരും. ഈശോ ക്രൂശിതനായതുപോലെ, ജോസഫ് ആ കളങ്കം ഏറ്റെടുക്കാൻ തയ്യാറതുപോലെ. അപ്പോൾ ജീവിതത്തിൽ ചെറിയ സങ്കടങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന നീതിക്ക് നിലകൊള്ളാനും നമ്മൾ തീരുമാനമാണ്. ജോസഫിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെ ഓർമ്മിപ്പിക്കുന്ന ചെറിയൊരു സംഭവം, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് മാത്രമാണ് ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഇറങ്ങി വരുന്ന സമയത്ത് ഭർത്താവ് പെട്ടെന്ന് ഭാര്യയോട് പറയുകയാണ്, എനിക്ക് തലവേദന എടുക്കുന്നത് പോലെയുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഹെൽമെറ്റ് നീ എടുത്ത് വെക്കാൻ പറയുകയാണ്. അങ്ങനെ ഭാര്യ ആ ഹെൽമെറ്റ് തലയിലെടുത്ത് വെക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വണ്ടി മറിയുന്നു, വലിയൊരു അപകടത്തിൽപ്പെട്ട് ഭർത്താവ് മരിക്കുന്നു. പക്ഷേ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ഭാര്യ രക്ഷപ്പെടുന്നു. പിന്നീടാണ് അവർക്ക് കാര്യം മനസ്സിലായത്. കാര്യം ഈ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ അപകടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഭർത്താവ് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് ഊരി കൊടുത്തത്. അപ്പോൾ ഇത് ജോസഫിൻ്റെ ഒരു സ്വഭാവമാണ് നമുക്ക് ഈ ഭർത്താവിൽ കാണാൻ സാധിക്കുന്നത്. ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച ഭർത്താവ്. അപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ജോസഫ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ചെറിയ തിന്മകൾ പോലും അല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ പോലും ഏറ്റെടുക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. അപ്പോഴാണ് ജോസഫിനെ പോലെയുള്ള മനുഷ്യരെ മാറുക. അപ്പോഴാണ് നമുക്ക് നീതി ഈ ലോകത്ത് സ്ഥാപിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ജോസഫിനെ പോലെ നന്മ ചെയ്യുന്ന നീതിയുടെ മനുഷ്യരാകാൻ, രക്ഷിക്കുന്ന നീതിയുടെ മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അതിനെ നമ്മെ സഹായിക്കട്ടെ.